പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ,
സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഗ്ദാന പേടകത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ സമയത്ത് വാഗ്ദാന പേടകം സകല വാഗ്ദാനങ്ങളുടെയും പൂർണ്ണതയായ യേശുവിനെ എങ്ങനെ സമീപിക്കാം. നമ്മൾ ഈ 4 ദിവസങ്ങളായിട്ട് 4 കാര്യങ്ങൾ കണ്ട്. 1-ാം ദിവസം വിശ്വാസം എന്ന് കണ്ട്, 2-ാം ദിവസം നമ്മൾ വിശുദ്ധി എന്ന് കണ്ട്, 3-ാം ദിവസം നമ്മൾ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് മാനസാന്തരമാണ്, 4-ാം ദിവസം വിനയമാണ്. വിനയത്തോടെയാണ് നമ്മൾ ഈശ്വരനെ സമീപിക്കേണ്ടത്. യാക്കോബ് 4:6 അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം മെയിൻ സംഭവം അഹങ്കാരമാണ്. ശരിക്കും നമ്മൾ എളിമപ്പെടുന്നതിന് ആദ്യം വേണ്ടത് അഹങ്കാരത്തിൽ നിന്നാണ്. അഹങ്കാരം ഇല്ലാതിരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എളിമയുടെ സ്റ്റാറ്റസിലേക്ക് വരും. ഞാൻ ഈ ദിവസങ്ങളൊരു വൈദികരുടെ ധ്യാനത്തിൽ പോയായിരുന്നു. നമ്മുടെ ഒരു ആൻ്റണി ഇട്ടിക്കുന്ന് തച്ചനാണ് ധ്യാനിപ്പിച്ചത്. അപ്പം അദ്ദേഹം ഈ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഡയറിയിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെന്നാണ്. അതിന് അദ്ദേഹം സുഭാഷിതങ്ങളെ കോട്ട് ചെയ്തത്. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ. സുഭാഷിതം 6:16 എടുത്ത്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ാമതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്. ചില ആൾക്കാരെ ഇങ്ങനെ വെച്ച് നോക്കത്തില്ലേ, ഒരു സൗമ്യതയില്ലാത്ത വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനെ മനസ്സിലാക്കണത് എങ്ങനെ അറിയാമോ? ഗർവ് കലർന്നെന്ന് പറയുമ്പോൾ ഞാനത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാമോ? ചില ആൾക്കാർ ഇങ്ങനെ മുഖം ഇങ്ങനെ കയറ്റി നടക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എന്നെ അടുക്കരുത്, അതാണ് ആൾക്കാർ. ഇപ്പം തൊട്ടാവാടിക്കൊരു പേരുണ്ടല്ലോ, എന്താണ്? ടച്ച് മീ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തൊടരുത്, ഞാൻ പാടിപ്പോവും, അതാണ് തൊട്ടാവാടി. എന്നെ തൊട്ടാൽ ഞാൻ കുത്തും എന്ന് പറഞ്ഞ ആൾക്കാർ, അതാണ് ഗർവെന്ന് പറയുന്നത്. എന്നെ തൊട്ടാൽ കുത്തും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ഗർവം വെച്ചാൽ സംസാരിക്കാൻ പോലും നമുക്ക് അവരെ അനുവാദം തരികയില്ല. കാര്യം എന്താണ്? നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ കൊച്ചായി പോകുന്ന അവർ തോന്നണത്, അതുകൊണ്ട് ഇങ്ങനെ കയറ്റി പിടിച്ച് നടക്കും. അപ്പോൾ ദൈവം വെറുക്കണ കാര്യമാണത്. ഇപ്പോൾ ഓക്കെ അല്ലേ? മനസ്സിലായല്ലേ? അപ്പം ഈ ഗർവ് ഒന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് പിന്നെ വരേണ്ടത് ബാക്കി അവശേഷിക്കുന്നത് എന്താണ്? വിനയമാണ്. ഞാനിപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന പ്രശ്നം, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് കുറേ രോഗങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീർക്കെട്ടൽ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ മുഴച്ചൊക്കെ ഇരിക്കും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് ആ സമയത്ത്. ആ സമയത്ത് കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് നോക്കി അവർക്ക് അച്ഛൻ എന്ത് ദേഷ്യപ്പെട്ടിരിക്കണം തോന്നും. അല്ലെങ്കിൽ ചില ആൾക്കാർ രാവിലെ വന്ന് എൻ്റെ അടുക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയും, അപ്പോഴും എൻ്റെ മുഖം ദേഷ്യം വരും. പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ഏറ്റവും നമ്മളെക്കാൾ താഴ്ന്നവരോട് എപ്പോഴും നമ്മൾ പുഞ്ചിരിയോടെ തന്നെ നിൽക്കണം. അവർക്ക് എന്തെങ്കിലും നമ്മളോട്
അവർക്കൊരു ബന്ധം നമ്മളോടൊരു ഇൻട്രാക്ട് ചെയ്യാൻ തോന്നുന്നത് അവർക്ക്. വെച്ചാൽ അവർ വേറെ ആരും ഉണ്ട്, നമ്മൾ ദൈവത്തിന് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളെ സഹായിക്കാൻ നമുക്കല്ലേ പറ്റത്തുള്ളൂ. വേറെ ആൾക്കാർക്ക് ദൈവം എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാർ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ സാക്ഷ്യം വെച്ചാൽ അവർ പറയണത് വെച്ചാൽ, ഞാൻ ആൾക്കാരോട് കാണുമ്പോൾ അവരെ പുഞ്ചിരിക്കും, എന്നിട്ട് ഞാൻ അവരോട് ഇന്ന് ചോദിക്കും സുഖമാണോ. ചിലപ്പോൾ ആദ്യമൊക്കെയാണെങ്കിൽ അതാണ് രസം. അത് മാളവികയെന്ന് പറഞ്ഞൊരു നോൺ ക്രിസ്ത്യനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് മാളവിക പറയണേ, ഞാൻ പണ്ടങ്ങനെയല്ല, ഞാനിങ്ങനെ കല കുമ്പിട്ട് നടക്കത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആരെങ്കിലും വഴി വെച്ച് കണ്ട അങ്ങോട്ട് ചെന്ന് ചോദിക്കും, ചേട്ടാ സുഖമാണ്, എന്താ വിഷമിച്ചിരിക്കണത്? അപ്പോൾ അവരെന്തെങ്കിലും പറയും. ചിലപ്പോൾ ഭാര്യ ആശുപത്രിയിലാണ്, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഉടമ്പടിയെക്കുറിച്ച് പറയും. പിന്നെ അവർക്ക് ചേട്ടാ പൈസ വല്ലതും വേണം, എൻ്റെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ അതിലുണ്ട്, അപ്പോൾ സഹായിക്കാൻ തയ്യാറാണ്. അപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ളവരാണ് ഈ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്നത്. പുഞ്ചിരി ഒരു തുറന്നിട്ട വാതിലാണ്. നിങ്ങൾക്ക് ഇടമുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ. ഈ പരദേശിയെ സ്വീകരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെ ആവശ്യമുള്ള സ്വീകരിക്കാനാണ് ഈ പുഞ്ചിരി. അപ്പോൾ അത് എളിമയുടെ ഒരു ഭാഗമാണത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ. ആദ്യം തന്നെ എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് നിമ മരിയ വർഗീസ്. ഇതെൻ്റെ അമ്മയാണ് ഡയന. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുവാണ്. ഓർത്തഡോക്സ് സഭാംഗമാണ് ഞങ്ങളവിടെ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ മാസം. അത് ഞാൻ അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ കാരണം തന്നെ എൻ്റെ അമ്മയാണ്. അമ്മ 2022 മുതൽ ഉടമ്പടിയിൽ ഉള്ള ആളാണ്. അപ്പോൾ അമ്മ എപ്പോഴും എന്നെ നിർബന്ധിക്കുമായിരുന്നു, മോനെ ഉടമ്പടി എടുക്ക്, മാതാവിൻ്റെ അടുത്ത് പോ, അല്ലെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് ഇട് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിനോട് ഒത്തിരി അങ്ങനെ യോജിപ്പുള്ള ഒരു ആളല്ലായിരുന്നു. ഞാൻ അമ്മേനോട് ചോദിക്കുമായിരുന്നു, എന്തിനാ ഇവിടെ വന്ന് ആലപ്പുഴയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്, എന്തിനാ, നമുക്ക് അവിടെ വീട്ടിലിരുന്നാലും അല്ല അവിടെ പള്ളിയിൽ പോയാലും പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ 2024 ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത്. അതും ഒരു പരീക്ഷണാർത്ഥം എന്നുള്ള പോലെ ഞാൻ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അതിൽ പക്ഷേ ഞാൻ വെച്ച നിയോഗങ്ങളിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച നിയോഗം തന്നെ അടുത്ത മാസം തന്നെ ഒരു തടസ്സവും കൂടാതെ അത് സാധിച്ചു കിട്ടി. അതെൻ്റെ അമ്മയുടെ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം 2025 മാർച്ചിൽ ഞാൻ നേരെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നെങ്കിലും ഇടയ്ക്ക് അതിൽ ഞാൻ ഉഴപ്പുമായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ എനിക്ക് എക്സാം എഴുതി അവിടെ ലൈസൻസ് ലഭിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാൻ ഉടമ്പടി ഒട്ടും 100% ഭംഗിയായി അല്ല മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ എക്സാം എഴുതിയായിരുന്നെങ്കിലും ഞാൻ അത് ഫെയിലാവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി, പ്രാർത്ഥന പിന്നെയും തുടങ്ങി. അതിന് ഫലമായിട്ട് എനിക്ക് ഒമാനിലേക്ക് ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ എളുപ്പം എന്ന് പറയുന്ന പോലെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. 21 പേരുണ്ടായിരുന്നെങ്കിൽ 20 പേര് സെലക്റ്റായി. എനിക്ക് മാത്രം ആ ജോലി ലഭിച്ചില്ല. ഞാൻ അന്ന് ഒത്തിരി വിഷമിച്ചു, ഒത്തിരി കരഞ്ഞു. എന്താ യേശുപ്പ എനിക്ക് ആ ജോലി തരാഞ്ഞേ, അല്ലെങ്കിൽ 21 പേരുണ്ടായിരുന്നല്ലോ, എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ എളുപ്പമായിരുന്നല്ലോ, എനിക്ക് എന്താ അത് കിട്ടാഞ്ഞേന്ന് ഞാൻ ഒത്തിരി അന്ന് റൂമിൽ ചെന്ന് ഈശോനെ നോക്കി ഞാൻ കരഞ്ഞു. പിന്നീട് ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു.
എനിക്ക് വേറെ നല്ലത് ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥന മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു. വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ 2026 ജനുവരിയിൽ എനിക്ക് ഒരു ഏജൻസി ത്രൂ ഇങ്ങോട്ട് മെസ്സേജ് വന്നു, നിമ കുവൈറ്റിലോട്ടേക്ക് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് വേക്കൻസി ഉണ്ട്, നിമയ്ക്ക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. നല്ല ഒരു ഹോസ്പിറ്റലായിരുന്നു. നമുക്കവിടെ എനിക്ക് ഒരു എക്സാമും വേണ്ട, ഒരു ലൈസൻസും ഇല്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ജനുവരിയിൽ ഞാൻ അങ്ങനെ എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വളരെ എളുപ്പമായിരുന്നു, ഓൺലൈൻ ത്രൂ ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഏജൻസിയിൽ കണ്ടിന്യൂസ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയില്ലേ, ഞാൻ സെലക്ട് ആയില്ലേ, എന്താ അതിൻ്റെ റിപ്ലൈ വരാത്തതെന്ന്. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, നിമ കുറച്ച് താമസിച്ചാണെങ്കിലും അതിൻ്റെ മറുപടി വരും, നിമ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ഇരുന്നു മുന്നോട്ട് ഉടമ്പടി പ്രാർത്ഥനകൾ എല്ലാം ഭംഗിയായി അതുപോലെ ചെയ്ത് മുന്നോട്ടേക്ക് പോയി. ഏപ്രിൽ ഒരു 14-15 ആയപ്പോഴത്തേക്കും ആ ഏജൻസി എന്നെ കോണ്ടാക്ട് ചെയ്തു. സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് നിമ സെലക്റ്റഡ് ആണ്, നിമ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലുവയിലോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അടുത്ത ദിവസം തന്നെ എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ തന്നു. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കാരണം അന്ന് എനിക്ക് ഒമാനിലോട്ടേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ 21 പേരിൽ 20 പേര് സെലക്റ്റായി, എന്നെ മാത്രം സെലക്ട് ചെയ്തില്ല അവർ. അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചെങ്കിലും ഒരു എക്സാമോ ലൈസൻസോ ഒന്നുമില്ലാണ്ട് എനിക്ക് കുവൈറ്റിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു സാലറി പാക്കേജ് കൂടെ എൻ്റെ മാതാവ് യേശുബായി എനിക്ക് ഈ ജോലി തന്നു. ഞാൻ അതിനുശേഷം എനിക്ക് ചില പരീക്ഷണങ്ങളുണ്ടായിരുന്നു. എനിക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ എക്സ്റേയിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അൺഫിറ്റാണ്, വേറെ സെൻറ്ററിൽ പോയി ഒന്നുകൂടെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം ഞാൻ എന്ത് ചെയ്യും മാതാവേ? കാരണം എനിക്ക് ഓരോ പ്രോസസ്സും അത്രയും പെട്ടെന്ന് ചെയ്താലാണ് എനിക്ക് പോണ കാര്യങ്ങൾ ഡിലേ ആവാണ്ടിരിക്കുകയുള്ളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അമ്മ മാതാവേ ഇത് ശരിയാക്കി തരാണേ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനെ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് മേലെ കയറി ചെന്നു. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറെ കാണണം, എനിക്ക് CT ചെസ്റ്റ് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എക്സ്റേ CT എടുത്തോ, CT നോർമൽ ആണെങ്കിൽ ഫിറ്റാക്കി തരാം, അല്ലെങ്കിൽ നമ്മൾ അൺഫിറ്റാണെന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അപ്ലോഡ് ചെയ്താൽ പിന്നെ എനിക്ക് പുറത്തേക്ക് പോകുന്ന കാര്യം ഇപ്പോഴൊന്നും നടക്കില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ചെന്ന് CT എടുത്തു. തിരിച്ച് ഞാൻ വീട്ടിൽ എത്തി. ഞാൻ എൻ്റെ ഫോണിൽ മെസ്സേജ് നോക്കിയപ്പം 5:29 ആ ലാബിൽ നിന്ന് എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, CT നോർമലാന്ന് പറഞ്ഞ്. തൊട്ടു മേലെ എൻ്റെ അമ്മ 5:28 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു, മോനെ നിൻ്റെ CT റിപ്പോർട്ട് നോർമലാണ്, അമ്മ മാതാവ് ഒരു അടയാളം കാണിച്ചു തന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ആകാശത്തിലൊരു മഴവില്ലിൻ്റെ രൂപം അയച്ച് തന്നിട്ട് അമ്മ പറഞ്ഞു, പേടിക്കണ്ട, CT നോർമലാണ്, മാതാവ് അതിനുള്ള അടയാളം കാണിച്ചു തന്നു എന്ന്. ആ സമയം തന്നെ നോക്കി അറിയാം, 5:28 എനിക്ക് ഈ അടയാളം കണ്ടു, 5:29 എൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി, CT നോർമലാന്ന് പറഞ്ഞ്. അടുത്ത ദിവസം മെഡിക്കൽ ഫിറ്റാണെന്നും പറഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ പാസ്പോർട്ടുമായിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. എനിക്ക് ടിക്കറ്റ് എന്നാ ലഭിക്കുക എന്നുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ്സ് മേടിച്ചു. ഞാനിവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ടിക്കറ്റ് വന്നതിന് ശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് കാശിരൂപം മേടിച്ചിട്ട് പോയി. കാശിരൂപം തിരിയൊക്കെ മേടിച്ചിട്ട് ഞാൻ പോയി. 20 കാശ് രൂപയാണ് മേടിച്ചത്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുമായിരുന്നു, എന്താണ് എൻ്റെ ടിക്കറ്റ് വരാത്തതെന്ന്. അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാശ് രൂപം എണ്ണി അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ 20 എണ്ണം മേടിച്ചതിൽ എനിക്ക് 22 കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഒന്നെങ്കിൽ 22-ാം തീയതി ആയിരിക്കും ഞാൻ പോകേണ്ടത്, അല്ലെങ്കിൽ 22-ാം തീയതി എൻ്റെ കയ്യിൽ ടിക്കറ്റ് ലഭിക്കും എന്ന് പറഞ്ഞു. അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 22-ാം തീയതി ടിക്കറ്റ് ഏജൻസി അയച്ചു തന്നു. അതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയായിരുന്നു, അമ്മ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരാമോ, എന്നാ ഞാൻ പോകണ്ടേ, അല്ലെങ്കിൽ എന്നാ എനിക്ക് ടിക്കറ്റ് ലഭിക്കുക എന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരാമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിൽ പച്ചത്തിരി കത്തിക്കുന്ന സമയത്ത് ബാക്കിൽ ഭിത്തിയിൽ 28 എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നിഴൽ പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് വിശ്വസിച്ചില്ല. കാരണം
ഏജൻസിയിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിമ 26-ാം തീയതി പോകാൻ ഒരുങ്ങിക്കോ, എല്ലാം പാക്ക് ചെയ്തോ, 26-ാം തീയതി ടിക്കറ്റ് ഞാൻ കയറി പോകേണ്ട ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ 28 കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല. എന്തായാലും ഏജൻസി പറഞ്ഞല്ലോ ഈ ദിവസം, അപ്പോൾ 28 എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ 22-ാം തീയതി എൻ്റെ കയ്യിൽ വന്ന ടിക്കറ്റിൽ നോക്കിയപ്പോൾ ഡേറ്റ് 28-നായിരുന്നു. അങ്ങനെ ഞാൻ 28-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ടിക്കറ്റ് ലഭിച്ചതിന് ശേഷം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാക്ഷ്യപ്പെടുത്താണ്ട് എയർപോർട്ടിലേക്ക് 28-ാം തീയതി നേരെ പോയി. ഞങ്ങൾ 3 പേര് അന്ന് കയറി പോകണമായിരുന്നു. ഞാൻ അവിടെ എയർപോർട്ടിൽ ചെക്ക്-ഇൻ വരെ ചെന്നു. ചെക്ക്-ഇൻ്റെ സമയത്ത് നിമ മരിയയുടെ ടിക്കറ്റ് കാണുന്നില്ല സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു. എൻ്റെ ടിക്കറ്റ് മാത്രം ക്യാൻസലായിരുന്നു. ബാക്കി 2 പേര് കയറിപ്പോയി. എനിക്കപ്പം തന്നെ മനസ്സിലായി, കാരണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപത്രത്തിലെല്ലാം എഴുതി എനിക്ക് ടിക്കറ്റ് കൂടെ ലഭിച്ചാൽ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാണ്ട് എൻ്റെ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞാൻ കയറി പോകാൻ വേണ്ടി ഡയറക്റ്റ് പോയി. പക്ഷേ എൻ്റെ ടിക്കറ്റ് ക്യാൻസലായിരുന്നു. ഞാൻ 29-ാം തീയതി തന്നെ നേരെ ഇവിടെ വന്നു. ഞാൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു, എൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ എനിക്ക് ബ്ലസ് ചെയ്തു. ഇനി അമ്മ മാതാവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്താതിരുന്നത് കൊണ്ട്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട് നിമ, അതിൽ നമ്മൾ വർക്ക് ഓൺ ചെയ്യുവാണ്, അധികം വൈകാതെ തന്നെ ശരിയാക്കാം, നിമയ്ക്ക് എന്തായാലും അവിടെ എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അത്രയും ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ കരയുക അല്ലെ വിഷമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട, ഞാൻ അതുവരെ പിടിച്ചു നിന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ അങ്ങനെ എന്താ പറയുക പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ വീട്ടിൽ പോയി. പലരുടെ അടുത്തും നമ്മൾ മറുപടി പറയണം, എല്ലാവരുടെ അടുത്തും ചോദ്യങ്ങളൊക്കെ വന്നു. പക്ഷേ ശരിയാവും, ദൈവം ശരിയാക്കും, എൻ്റെ സഞ്ചാരി മാതാവ് അവിടെ ചെന്ന് എന്താണോ തടസ്സം അത് മാറ്റി എന്നെ അവിടെ കൊണ്ടുപോകും എന്ന് ഞാൻ മറുപടി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ ഭംഗിയായി ധ്യാനവും കേട്ട് കൊന്ത ചൊല്ലുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. കൊന്ത ചൊല്ലാൻ തുടങ്ങി, വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 5-ാം തീയതി രാത്രി ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു, നിമയ്ക്ക് പോകാനുള്ളത് ശരിയാക്കിയിട്ടുണ്ട്, തടസ്സങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, നിമയ്ക്കുള്ള ടിക്കറ്റ് റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി കുവൈറ്റിൽ നിന്ന് പറഞ്ഞേക്കുവാണ്, നമ്മൾ 4-5 ദിവസത്തിനുള്ളിൽ നിമേൻ്റെ ടിക്കറ്റ് റീഇഷ്യൂ ചെയ്യുവാണെന്ന് പറഞ്ഞു. 6-ാം തീയതി രാവിലെ തന്നെ അവരെനിക്ക് ടിക്കറ്റ് അയച്ചു. നാളെ 11-ാം തീയതി രാവിലെ ഞാൻ കുവൈറ്റിലേക്ക് പോകുവാണ്. എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഒന്നുകൂടെ ഞാൻ 1000 നന്ദി പറയുകയാണ്. ഞാൻ 28-ാം തീയതി പോകാൻ നിന്ന് ഞാൻ അന്ന് കയറി പോകുമായിരുന്നെങ്കിൽ ഈശോ എന്താ എന്നും മാതാവ് എന്താണെന്നും അമ്മ മാതാവിനും ഈശോയ്ക്കും ചെയ്യാൻ പറ്റുന്ന അത്ഭുതം എന്താണെന്നും എനിക്ക് ഇത്രയ്ക്കും മനസ്സിലാവില്ലായിരുന്നു. ഇതിന് ശേഷമാണ്, ഈ ഒരു പരീക്ഷണത്തിന് ശേഷമാണ് ഞാൻ ഒത്തിരി ഈശോയോടും മാതാവോടും അടുത്തത്. മുന്നേ ഞാൻ പ്രാർത്ഥന വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും സന്ധ്യാ നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ എണീറ്റുള്ള പ്രാർത്ഥനയാണെങ്കിലും വൈകുന്നേരത്തെ പ്രാർത്ഥനയാണെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുന്ന ബൈബിള്, അച്ഛൻ്റെ ധ്യാനം എല്ലാം ഭംഗിയായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിക്കുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങളും ഞാൻ എനിക്കറിയുന്ന എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. കൃപാസനത്തെക്കുറിച്ചും മാതാവ് എന്താണെന്നും ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ എനിക്കറിയുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ മേഖലയിലായതുകൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻസ് എല്ലാവരെയും ഞാൻ എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട് അവരെ
എന്തോരം ബെറ്റർ ആക്കാൻ പറ്റുമോ അവരുടെ മനസ്സിനെ ആയിക്കോട്ടെ, അവർക്ക് എന്താണോ രോഗം അതിനെ ആയിക്കോട്ടെ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ എന്നാൽ സാധിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ ഉള്ള പൈസ, ഇപ്പം നമ്മൾ ചികിത്സയ്ക്കാണെങ്കിലും അല്ലാണ്ട് ആവശ്യങ്ങൾക്കാണെങ്കിലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം എൻ്റെ അറിവിൽ ഞാൻ മുന്നിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ എൻ്റെ ഒരു ആൻറ്റിക്ക് തന്നെ സർജറിയൊക്കെ കഴിഞ്ഞ ആൻറ്റിക്ക് ഇപ്പോൾ കാലിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്നിരുന്ന ഒരു സമയത്ത് ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആൻറ്റി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ആൻറ്റി വിഷമിക്കണ്ട, അവിടെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആൻറ്റീൻ്റെ എല്ലാ അസുഖങ്ങളും മാറി ആൻറ്റീൻ്റെ മനസ്സിന് ശക്തി ലഭിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം എടുത്ത് ആൻറ്റീൻ്റെ നെറ്റി തൊട്ട് കാല് വരെ തൂത്ത് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റീൻ്റെ വേദനകൾ അല്ലെങ്കിൽ വയ്യായികകൾ ആൻറ്റിക്ക് സൗഖ്യം ലഭിക്കും, മാതാവ് അത് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. 28-ാം തീയതി ഞാൻ പോകുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ആൻറ്റി എന്നെ വിളിച്ചിട്ട് ആൻറ്റിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റീനോട് ചോദിച്ചു, ആൻറ്റി എങ്ങനെയുണ്ട്, കുറഞ്ഞോ? അപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ നേരിട്ട് വന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഞാൻ മുന്നേ കണ്ടിരുന്ന എൻ്റെ ആൻറ്റി അതിൽ നല്ല കോൺഫിഡൻസായി, ആൻറ്റിക്ക് തന്നെ മനസ്സിന് നല്ലൊരു കോൺഫിഡൻസായി, ആൻറ്റി നടക്കുന്നതെല്ലാം ബെറ്ററായി, കാര്യങ്ങൾ ഇച്ചിരിയുടെ നല്ല രീതിയിൽ പോകുന്നത് എനിക്ക് അന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുകയാണ്. നാളെ രാവിലെ ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 28-ാം തീയതി പോയാൽ ചിലപ്പോൾ ഞാൻ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും മുടക്കങ്ങളൊക്കെ വന്നേനെ. പക്ഷേ നാളെ ഞാൻ കുവൈറ്റിലേക്ക് കയറി പോകുമ്പോൾ എൻ്റെ ഇവിടെ കൃപാസനം മാതാവിനെ എൻ്റെ ഈശോപ്പായും മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ അവിടെ ചെന്ന് ഭംഗിയായിട്ട് നിറവേറും. ഒന്നുകൂടെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. ത്രിയേക ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയോട് നന്ദി പറയുന്നു. ഈശോയെ, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ഉടമ്പടിയിൽ നിൽക്കുന്ന ആളാണ്. എൻ്റെ കുടുംബം അത്രയും ചേർന്ന് വന്നിട്ടില്ല. എൻ്റെ മനസ്സിലെ ഏറെ ആഗ്രഹമായിരുന്നു എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ ഈശോയോടും അമ്മയോടും ചേർന്ന് വരുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 8ാമത് പുതുക്കി ഞാൻ കഴിഞ്ഞ 9-ാം തീയതി മെയ് മാസം 9-ാം തീയതി വന്ന് 8ാമതും പുതുക്കിയപ്പോൾ ഞാനതിൽ നിയോഗമായിട്ട് തന്നെ വെച്ചു. ഇതെൻ്റെ ഇളയ മകളാണ്, ഇവളും എല്ലാവരെയും ചേർത്ത് വെച്ച കൂടെ ഈ മോളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി മാറണമേ എന്ന് ഞാൻ നിയോഗം വെച്ചു. അതിനു മുമ്പേ ഒരു സാക്ഷി എനിക്ക് പറയാനുണ്ട്. ഈ മോള് റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സ് പാസ്സാകുന്നതിന് മുൻപായിട്ട്, ഇവൾ മണിപ്പാലിൽ പഠിക്കുന്ന ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ആ ഫസ്റ്റ് ഉടമ്പടി ഇവിടെ വന്നെടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വെച്ചു, എൻ്റെ മോൾക്ക് പഠിച്ചിറങ്ങിയാൽ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ ജോലി തന്നേക്കണേ. അന്ന് എനിക്ക് ഉടമ്പടി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ നിയോഗം എഴുതിയിൽ ഒന്നതായിരുന്നു. ഇവളുടെ ബാച്ചിൽ തന്നെ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത്, അതായത് പഠിച്ചിറങ്ങി 3-ാമത്തെ ദിവസം അവിടെ നിന്ന് വന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും അവസരം കിട്ടാതെ ഫസ്റ്റ് ഇതിൽ തന്നെ നല്ല ഹോസ്പിറ്റലിൽ അവൾക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റായിട്ട് ജോലി ലഭിച്ചു. അമ്മയോട് ഞാൻ നന്ദി പറഞ്ഞു. പക്ഷേ ഈ മോളെൻ്റെ കൂടെ വരാത്തത് കാരണം ഇതുവരെ എനിക്ക് സ്റ്റേജിൽ അത് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നട്ടെല്ലിന് ഡിസ്കിന് പ്രശ്നം വന്ന് L4 L5 ഡിസ്കിന് നെർവ് കംപ്രഷൻ വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചതും ട്രീറ്റ്മെൻറ്റ് എടുത്തതും സുഖമാവാത്തതും പരിശുദ്ധ അമ്മ ഓൺലൈൻ ഉടമ്പടി വഴി എന്നെ കുറേ ഏറെ സുഖപ്പെടുത്തിയതിന് ശേഷം ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൈവെപ്പ് മൂലം പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് 1.5 വർഷത്തോളമായി എനിക്ക് ആ രോഗം എന്തെന്ന് ഇതുവരെ ഇല്ല. എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ ഞാനത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഈ മകളുടെ കൂടെ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരുപാട് വലിയ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ മോളെക്കുറിച്ച് ഞാൻ 8ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എൻ്റെ മോൾ മാറണേന്ന് ഞാൻ എഴുതി വെച്ചു. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു.
ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഇവളുടെ ഇൻ്റർവ്യൂവിന് റിസൾട്ട് വരാൻ താമസിച്ചപ്പോൾ ഇവളെന്നോട് ചോദിച്ചു, അമ്മ എന്താ ചെയ്യുക, എൻ്റെ ഇൻ്റർവ്യൂ നല്ലതായിരുന്നു പക്ഷേ എനിക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വചനം പറയാൻ എനിക്ക് അറിയുന്ന ആളൊന്നുമല്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തമ്പുരാൻ തന്ന ഒരു വചനം യേശയ്യാ 66:9 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് എൻ്റെ ദൈവം ചോദിക്കുന്നു. എൻ്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അത് ദൈവം നടപ്പിലാക്കും, അതിൻ്റെ പൂർണ്ണതയോളം എത്തിക്കും എന്ന ആ വചനം അന്നും വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലാകുന്നു, ഇന്നത് വായിക്കുമ്പോൾ വീണ്ടും എനിക്ക് മനസ്സിലാകുന്നു. കാരണം പല തടസ്സങ്ങൾ ഇവർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഈ നിമിഷം വരെ ഉണ്ടായെങ്കിലും തമ്പുരാൻ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുമെന്ന് അന്നേ ദൈവം എനിക്ക് മെസ്സേജ് തന്നുവെന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടെ എൻ്റെ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഈ നിമിഷം വരെയും ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. എൻ്റെ കുടുംബം പൂർണ്ണമായി ഉടമ്പടിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തമ്പുരാൻ്റെ മുമ്പിൽ ആ വിഷയം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ വെച്ചുകൊണ്ട് നന്ദിയോടെ വീണ്ടും പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുവചനം. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും, ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. നിമ മരിയ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്, ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തിയതിന് ശേഷം വിജാതീയനായ ഒരാൾ മാത്രം വന്ന് ഈശോയോട് നന്ദി പറയുമ്പോൾ ഈശോ വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബാക്കി 9 പേരെവിടെ? 10 പേരാണല്ലോ സൗഖ്യപ്പെട്ടത്, 9 പേരെവിടെ? അങ്ങനെ ഒരു സാക്ഷ്യമാണെന്ന് നിമ്മ ഇവിടെ പറയുന്നത്. തൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വളരെ അടയാളത്തോടു കൂടി തന്നെ 28 എന്ന ഡേറ്റിൽ താൻ പോകുന്ന വിദേശത്തേക്ക് പോകുന്ന ഒരു ടിക്കറ്റിൻ്റെ അടയാളം പോലും ഈ മകൾക്ക് കിട്ടിയിട്ട് ടിക്കറ്റ് കിട്ടിയ വശം ഈശോയോട് തിരിഞ്ഞു നോക്കാതെ പോയതിൻ്റെ ഒരു വേദനയോടുകൂടി വീണ്ടും വന്നിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ച്, പ്രവാചകന്മാരെല്ലാം ദാവീദെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെയാണ് ഈ മകൾ ഇന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 20 പേരും സെലക്റ്റഡായി പോയി, ഞാൻ മാത്രം പോയില്ല എന്നൊരു വലിയ സങ്കടം ഈ മകൾക്കുണ്ടായിരുന്നു. എന്തായാലും ഈ മകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ ഒരു ടണലിലൂടെ കടന്നുപോയപ്പോഴാണെന്ന് നിമ ഇവിടെ ഏറ്റുപറയുകയാണ്. നമുക്ക് എത്ര തന്നെ ഉടമ്പടിയിലായിരുന്നാലും പരീക്ഷണ സമയം നമുക്ക് ഉറപ്പാണ്. മാതാവ് ശിക്ഷിച്ചു എന്നല്ല നമുക്കത് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉടമ്പടിയെ, എൻ്റെ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കിയ ഒരു സംഭവമാണെന്നാണ് നമുക്കെപ്പോഴും പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പരീക്ഷണഘട്ടങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈശോയെ ഒന്നുകൂടി തൊട്ടറിയാനുണ്ട്, അനുഭവിച്ചറിയാനുണ്ട്, ഈശോയുടെ സ്നേഹം രുചിച്ചറിയാനുണ്ട് എന്നാണ് ഈ മകൾക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഈ മകൾ പറയുന്നു, ഇന്ന് എനിക്ക് ജപമാല ചൊല്ലുന്നതും, ഇവരൊരു ഓർത്തഡോക്സ് വിശ്വാസികളാണ്, ജപമാല ചൊല്ലുന്നതും വചനം വായിക്കുന്നതുമെല്ലാം എനിക്ക് ഹൃദ്യസ്ഥമാക്കാനും അത് ഹൃദയത്തിൽ തൊട്ടനുഭവിക്കുവാനുള്ള കൃപ, അഭിഷേകം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അടയാളങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുമ്പോഴെല്ലാം ഇതെനിക്ക് തന്നെയാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ ഒരു ഉറപ്പ് ഈ മകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ പറയുന്നു. കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, മേഘത്തിലൂടെയും തീഗോളത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവർ സ്നാനപ്പെടുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ചില സ്നാനപ്പെടലുകളൊക്കെ അങ്ങനെയാണ്. ചില ടണൽ നമുക്ക് അനുവദിച്ചു തരുന്നത് നാം നമ്മുടെ സ്നാനം പൂർത്തിയാകാൻ വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം എന്ന് ഈശോ പറയുന്നു. എവിടെയാണ് എൻ്റെ നിക്ഷേപം? എനിക്ക് നിത്യതയാണ് എൻ്റെ നിക്ഷേപമെങ്കിൽ എൻ്റെ ഹൃദയം അവിടെയാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പാകപ്പിഴവ് വന്നാൽ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടും. ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മയാണ് നമുക്ക് ജാമ്യമെടുത്ത്, നമുക്കൊന്ന് തെറ്റിപ്പോയാൽ നാം വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ ജാമ്യം, ആ ഒരു തുക തിരിച്ചടയ്ക്കുന്നത് അമ്മയാണ്. നമുക്ക് മനസ്സിലാകുന്നത് പോലെ റോമൻ ശതാധിപൻ പറയുന്നത്, ഓരോരുത്തരുടെയും അവസ്ഥ നമുക്ക് നോ മെറിറ്റ്, എനിക്ക് ഒട്ടും തന്നെ മെറിറ്റില്ല, പക്ഷേ അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല, അങ്ങൊരു വാക്ക് അരുളി ചെയ്താൽ മതി. ഈ മകളുടെ സാക്ഷ്യം അങ്ങനെ തന്നെയാണ്. ഈശോ ഒരു വാക്ക് അരുളി ചെയ്തതിൻ്റെയാണ്, ഈശോ സ്നേഹിച്ചതിൻ്റെയാണ്, ഈശോയുടെ സ്നേഹം ആഴമായി അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം, ഈശോയെ പിരിയാതെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം.
നിമമരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. ആദ്യം തന്നെ ഈ അൾത്താരയിൽ വന്ന് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്കും ഈശോയിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അൻവിക, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2004 ഡിസംബർ 20-നാണ്. ആക്ച്വലി ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് കൃപാസനത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. എൻ്റെ ചേച്ചി, എൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഉടമ്പടി ഒരു ട്രാക്കിലൊക്കെ ആകാൻ ഒരു 3 മാസത്തോളം എടുത്തായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണമല്ലോ, അപ്പോൾ അത് കറക്റ്റ് 5 ഒക്കെ ആകുമ്പോഴേ ഉണർന്ന് ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് 2 കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി കുറച്ച് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിത്തുടങ്ങി. അതിൽ മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കറക്ഷനെ പറ്റിയാണ്. ആക്ച്വലി എൻ്റെ നെയിം ആദ്യം അൻവിക എന്നല്ലായിരുന്നു, വേറൊരു പേരായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് കുറേ കാലം മുമ്പ് തന്നെ ഞാൻ ഈ പേര് മാറ്റിയായിരുന്നു. അങ്ങനെ ഗസറ്റിലൂടെ എൻ്റെ പേരെല്ലാം പബ്ലിഷ് ചെയ്ത് പുതിയ പേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് മാറ്റി കിട്ടുന്നില്ല. പുതിയ ഡോക്യുമെൻറ്റ്സിൽ, അതായത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ അങ്ങോട്ട് കിടക്കുക എല്ലാം മാറ്റാനായിട്ട്. അപ്പം ഞാൻ ഓരോ തവണ ഇത് കറക്ഷന് ചെല്ലുമ്പോഴും ഇവരെന്നെ റിജക്റ്റ് ചെയ്ത് വിടുമായിരുന്നു. പിന്നെ ആധാറിൻ്റെ അതായത് സൈറ്റിൽ നിന്നും ഒക്കെ എനിക്ക് റിജക്ഷനാണ്. അതായത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ രജിസ്റ്റർ, അതായത് കറക്ഷൻ അപ്ലൈ ചെയ്യത്തില്ലേ, അത് സൈറ്റിൽ പോലും രജിസ്റ്റർ ആവത്തില്ലായിരുന്നു. അങ്ങനെ നടന്ന് ഞാൻ ലിറ്ററലി മടുത്തു പോയായിരുന്നു. ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഇനി എനിക്കൊരു പേരോ ഒന്നുമില്ല, ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് 1 ഇയർ ആയപ്പം അമ്മ മാതാവിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ, അതെനിക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഉടമ്പടി നിയമങ്ങളിൽ മെൻഷൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിത് മെൻഷൻ ചെയ്തു. അതായത് അമ്മേൻ്റെ ആധാർ കാർഡ്, മെയിനായിട്ടും ആധാർ കാർഡാണ് മാറ്റേണ്ടത്. അവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അങ്ങനെയുള്ള എല്ലാം അങ്ങോട്ട് കിടക്കുക. അപ്പം ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. പിന്നെ ഡെയിലി ബ്രെഡ് പ്രേയറിൽ അച്ഛൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിത് എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു 80 ഡേയ്സ്, അതായത് ഈ ഒരു മാർച്ചിലാണ് ഞാൻ അത് നിയോഗത്തിൽ വെക്കുന്നത്. നിയോഗത്തിൽ വെച്ചിട്ട് 80 ഡേയ്സ് ആയപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഒരു നൈറ്റിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഡിയർ അൻവിക എന്നിട്ട് ആധാറിൻ്റെ സൈറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഒരു ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമായിരുന്നു അത്. എന്നിട്ട് അത് പിറ്റേ ദിവസം തന്നെ ഞാൻ കൊണ്ട് ചെക്ക് ചെയ്യിച്ചത് വെരിഫൈ ചെയ്തു. ഇന്നലെ തന്നെ എൻ്റെ കാർഡ് അവരുടെ ഇതിന് ഒഫീഷ്യലി എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് അമ്മാതാനോട് എത്ര നന്ദി പറഞ്ഞാലും അത് തീരില്ല. അത്രമാത്രം ഞാൻ കടപ്പെട്ടു. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ രണ്ടാമത് പറയാനുള്ളത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയാണ്. ആക്ച്വലി ഇത് ഉടമ്പടി ഞാൻ വെച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആക്ച്വലി ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഈ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യം. ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പോലെ ഞാൻ കറക്റ്റായിട്ട്, എനിക്ക് ഉടമ്പടി പെർഫെക്റ്റ് ആകണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. കറക്റ്റ് കൊന്ത ചൊല്ലണം, ഉടമ്പടി ധ്യാനം കറക്റ്റായിട്ട് കേൾക്കണം, ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യണം, ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ, എൻ്റെ ഫിനാൻഷ്യലി ഉള്ള കാര്യം ഞാൻ തന്നെ എനിക്ക് ഞെട്ടിപ്പോയി. പണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ലെവലിനേക്കാൾ ഒരു 4 ടൈംസാണ് കൂടുതൽ. അതായത് ലൈഫേ മുഴുവൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി വെച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അതും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അന്നത്തെ കരിയർ റിലേറ്റഡ് ആയിട്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ചാൾ PSCയുടെ കോച്ചിങ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ടിങ്, മോഡലിങ് ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് താല്പര്യം. പക്ഷേ എന്നാലും അതിലോട്ട് എനിക്കോട്ട് മെയിനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് കുറച്ചൊരു എന്തോ ഒരു കോൺഫിഡൻസ് അല്ല, എവിടെയോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിയാകുമോ, സെറ്റാകുമോ, ലൈക്ക് അങ്ങനത്തെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിന് അമ്മ മാത്രമാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ. കറക്റ്റ് കരിയർ ചൂസ് ചെയ്ത് അപ്പോൾ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിനും എനിക്കത്ര ഇതായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. അപ്പോൾ അത് അമ്മ എനിക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് എന്നെ കറക്റ്റ് ഒരു കംഫർട്ടബിൾ പ്ലേസിലാണ് എന്നെ കൊണ്ടെത്തിച്ചത്. കറക്റ്റ് എനിക്കൊരു PG ഒക്കെ സെറ്റാക്കി തന്നു. അവിടെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളും എനിക്ക് കറക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി. ഞാൻ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ എന്നെ താഴത്തെ അങ്കിളാണ് രാവിലെ 5:30 കൊണ്ടുവിടുന്നത്, വൈറ്റിലെല്ലാം കൊണ്ടുവിടുന്നത്. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. എന്തുണ്ടെങ്കിലും എനിക്ക് ജസ്റ്റ് എൻ്റെ ഫാമിലി പോലെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് കിട്ടിയത്. അവിടെ നല്ല ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് രോഗസൗഖ്യത്തെ പറ്റിയാണ്.
എനിക്ക് കഴിഞ്ഞ ഒരു 5 ഇയേഴ്സായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു. അതായത് ലൈറ്റ് പറ്റത്തില്ല, സൗണ്ട് പറ്റത്തില്ല. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ടൈമിൽ തലയൊക്കെ കറങ്ങി ഭയങ്കര സീനാകുമായിരുന്നു. ഛർദ്ദിക്കാൻ വരും. പിന്നെ സ്ക്രീൻ ടൈം കൂടുതലായതുകൊണ്ട് അതാണല്ലോ മെയിനായിട്ടും. അപ്പോൾ സ്ക്രീനിൽ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പോയി ഞാൻ മരുന്നൊക്കെ മേടിക്കും ഇടയ്ക്ക്, തൈലം യൂസ് ചെയ്യും, പക്ഷേ എന്നാലും ഇച്ചിരി എവിടെയൊക്കെയോ ഒരു ഇത്. അപ്പം ഞാൻ ലാസ്റ്റിൽ എന്നെ അടുത്തെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും പറ്റാതായി. കണ്ണ് പകൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എൻ്റെ റൂമിൽ 2 സൈഡിലും ജനലുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ഞാൻ ക്ലോസ് ചെയ്തിരിക്കുക. കട്ടിയുള്ള കർട്ടൻസൊക്കെ വെച്ച് അതിനടി പുതപ്പൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുക. ഒട്ടും വെട്ടം പറ്റാത്ത അവസ്ഥയല്ല. ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നു. ആദ്യം കണ്ണങ്ങ് ടെസ്റ്റ് ചെയ്തു. ഇനി കണ്ണിൻ്റെ കുഴപ്പമാണോ എന്ന് വെച്ച് കണ്ണ് ഞാൻ ആദ്യം അങ്ങ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൺഫേം പറയും കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഇത് മൈഗ്രെയിൻ്റെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയത് തന്നെ ഇതുമായിട്ട് ഡീൽ ചെയ്യാനാണ്. പക്ഷേ തിരിച്ച് ആ ഒരു വീക്ക് വീട്ടിൽ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ചെയ്ത് തിരിച്ച് നേരെ കൊച്ചിക്ക് പോയിരുന്നു. എന്നിട്ട് എന്നാൽ ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിക്കും. ഇവിടെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു കേസ് വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു കേസ്. പിന്നെ എനിക്ക് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഫ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന്, ഹെൽപ്പ് ചെയ്യണം. അവനും അനങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റിൽ ഞാൻ എന്നാ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്തു. എനിക്ക് എല്ലാ രോഗസൗകര്യങ്ങളും കിട്ടിയിട്ടുള്ളത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ്. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ധ്യാനം കൂടും, എല്ലാ ദിവസവും. അതിനായിട്ട് ഞാൻ ടൈം മാറ്റി വെക്കും. ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഡെയിലി ബ്രെഡ്. എനിക്ക് ഒരുപാട് കൈവിട്ട് പോകുന്ന അവസരങ്ങളിൽ എനിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കൂടെ തന്നെയാണ് രോഗസൗകര്യം കിട്ടിയിട്ടുള്ളത്, അല്ലാതെ മെഡിസിൻ വഴി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പം ഈ ഒരു മൈഗ്രെയിൻ്റെ കേസ് വരുമ്പോൾ ഞാൻ 5-6 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി ധ്യാനം കൂടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെ പോയി, എങ്ങോട്ട് പോയി എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഇത്രയും എന്താ പറയുക, പെട്ടെന്നൊരു റിസൾട്ട്. എത്ര 5-6 വർഷമായിട്ട് ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങാറുമില്ല. ഞാനും എൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഞാനും 3 മണി 4 മണിക്ക് ഉറങ്ങും, സ്ക്രീൻ ടൈം കൂടുതൽ, സ്പെക്സ് യൂസ് ചെയ്യത്തില്ല, അതിന് പ്രൊട്ടക്ഷൻ ഡോക്ടർ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വെറും 6 ദിവസം കൊണ്ട് എൻ്റെ മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോയി. എനിക്ക് ലാസ്റ്റ് ടൈമിൽ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പോലും പറ്റില്ല, കണ്ണിലോട്ട് വെട്ടമൊക്കെ കയറി ആ കൂടെ സീൻ. അങ്ങനെ വെറും 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞും ഞാൻ ഈ പറഞ്ഞതുപോലെ ലേറ്റായിട്ട് ഉറങ്ങും, എന്തൊക്കെ എഗനസ്റ്റായിട്ട് ചെയ്യുക അതൊക്കെ ചെയ്യാറുണ്ട് സ്റ്റിൽ. പക്ഷേ ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതെനിക്ക് ഈശോ തന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പഴയ ഉടമ്പടി ധ്യാനങ്ങൾ എന്നും കൂടും. കാരണം അതാത് ദിവസത്തെ കറക്റ്റ് 11:30 തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൂടും. അതായത് ഞാനൊരു എന്താ പറയുക, എണ്ണീച്ച് രാവിലെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉടമ്പടി ധ്യാനമാണ് ഞാൻ കൂടുന്നത്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. മിസ്സാക്കാൻ ചില ദിവസങ്ങളിലൊക്കെ റെയറായിട്ടൊക്കെ മിസ്സായിപ്പോൾ, എന്നാലും അതില്ലാതെ എനിക്ക് എന്തോ പറ്റത്തില്ല, എന്തോ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുക. അപ്പം പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കൊരു ഷൂട്ട് ഇടയ്ക്കിടയ്ക്ക് പെയ്ഡ് വർക്ക്സൊക്കെ കിട്ടും, എങ്കിൽ കൂടിയും കൂടുതലായിട്ട് അൺപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പെയ്ഡിനും പോകത്തില്ല, അത് വേറെ കാര്യം. കാരണം ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ വെച്ച കാര്യമാണ് എനിക്ക് പെയ്ഡ് ഷൂട്ട്സ് വേണം അമ്മ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു 3 മാസം ഒന്നും ട്രാക്കിലല്ലായിരുന്നു. അപ്പം എനിക്ക് മാത്രമല്ല മെൻ്റലി ഒന്നും ഓക്കെ അല്ല, ബോഡി ഫിറ്റല്ല, കുറേ റീസൺസ് കൊണ്ട് ഒരു ട്രാക്കിലല്ല. അപ്പോൾ എനിക്കൊരു വലിയ ഷൂട്ട് വന്നായിരുന്നു. ആ ഷൂട്ട് ഒരു ടീ ബ്രാൻഡിൻ്റെ ഇടുക്കിയിൽ നിന്ന് വന്നൊരു ഷൂട്ടായിരുന്നു. അത് നല്ലതായിരുന്നു, നല്ലൊരു എമൗണ്ട് പ്ലസ് നല്ല കരിയർ നല്ല രീതിയിൽ പീക്ക് കയറി പോകുന്നതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള റീസൺസ് കൊണ്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇവിടെ ഡേറ്റൊക്കെ മാറ്റി. പിന്നെ അവർക്കും അനക്കമില്ല, എനിക്കും അനക്കമില്ല, അവരവരുടെ വഴിക്കും പോയി. എനിക്കും അങ്ങനെ ഒരു പോയെന്നുള്ളൊരു നഷ്ടബോധം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നീട് എനിക്ക് മനസ്സിലായത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് കിട്ടിയതായിരുന്നു. ആ ഒരു 90 ഡേയ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനത് അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും വലിയ ഉടമ്പടി ഞാനത് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അമ്മ മാതാവിനെ ഈശോനെ എനിക്ക് മഹത്വപ്പെടുത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് കുറച്ച് റീസെൻ്റായിട്ട് മനസ്സിൽ കയറി പറ്റിയതായിരുന്നു. അപ്പം അതിനായിട്ടുള്ള ഫണ്ട് എനിക്കറിയത്തില്ല അതെങ്ങനെയൊക്കെ വന്ന് സെറ്റായി എന്ന്. അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടി. അപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ നോക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പറയുവാനുള്ള. റീസെൻ്റായിട്ട് ഞാൻ ഐഫോൺ എടുത്ത്
ഞങ്ങൾക്ക് ഒന്നും അമ്മയോട് ചോദിക്കണ്ട, ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണുന്നത് തന്നെ എങ്ങോട്ട് നടക്കും, ഞാൻ ഷോക്കായി പോകും. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. എനിക്കത് എടുത്ത് പറയാൻ ചിലപ്പം എല്ലാം ഒന്നും പറ്റത്തൊന്നുമില്ല, എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ. അമ്മ മാത്രമല്ല കേട്ടോ, ഈശോയുടെയും രണ്ടുപേരും ഈക്വലി എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസും ഒരുപാട് സ്നേഹവും തരുന്നുണ്ട്. എനിക്ക് പല കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പത്രം ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ മിക്കവാറും പറയാം, പകലൊക്കെ മിക്കവാറും ഫ്രീ ആയിരിക്കും, എപ്പോഴും വൈകിട്ടൊക്കെ മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യണ ടൈം. അപ്പോൾ എപ്പോഴും മിക്ക ദിവസങ്ങളും ഫ്രീ എവിടെ വെള്ളം പോകാൻ എങ്ങനെ. അപ്പോൾ മിക്കവാറും ഞാൻ ഇവിടെ വരും കുറച്ച് നേരം ഇവിടെ ഇരിക്കും, ആട്ട് പോകുമ്പോൾ പത്രം മേടിച്ചിട്ട് പോകും. ഉടമ്പടി പുതുക്കുമ്പോൾ കിട്ടുന്നതല്ല, എക്സ്ട്രാ ഒരു 5, 7, 8 അങ്ങനെ പോകും. ഒരു മൂഡ് അനുസരിച്ച് ചിലപ്പോൾ 10 അത് കൂടുതലൊക്കെ ഞാൻ മേടിക്കും. എന്നിട്ട് ഞാനത് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ ഞാൻ അമ്മ മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു പത്രം കൊണ്ട്. പിന്നെ എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലൊരു സ്പാർക്കാക്കി കൊടുക്കുന്നിടം വരെ സംസാരിച്ചിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക്. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അമ്മയ്ക്കായിട്ട്, എനിക്ക് അമ്മ ഒരുപാട് ഇഷ്ടം, അമ്മ ഈശോയും. സോ ഞാനൊരു പേജ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അതിലിപ്പോൾ 26K ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് ആ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിലൊക്കെ മെയിനായിട്ട് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യങ്ങൾ മുറിച്ചിടും, എഡിറ്റ് ചെയ്തിടും. പിന്നെ ഈശോയുടെ വചനങ്ങൾ, ഈശോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് ടെക്സ്റ്റ് ഫോണ്ട് എല്ലാം സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് ഞാനിടും. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ ആൾക്കാർക്ക് എന്താ ചെറിയ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ആ കേൾക്കുന്ന ആൾക്കൊരു എന്താ പറയുക, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരണമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാനത് എഡിറ്റ് ചെയ്ത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഞാനൊരു കുറേ സമയം ഞാൻ ഇതിനായിട്ട് മാറ്റി വെക്കാറുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇത്രയും അതൊക്കെ ചെയ്യും ഞാൻ ആ പേജിലൂടെ. അതായത് മെയിനായിട്ടും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ നടന്ന് എല്ലാം ഷൂട്ട് ചെയ്തെടുത്ത് അതിന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒരു 45 to 1 മിനിറ്റുള്ള വീഡിയോ ആണ്. 1 മിനിറ്റുള്ള വീഡിയോ ഷൂട്ട് ചെയ്തെടുത്ത് ഞാനത് എൻ്റെ ഈ അമ്മയുടെ പേജിൽ ഞാൻ ഇട്ടു. എന്നിട്ട് ഞാൻ നൈസായിട്ട് ഇടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കൊടുത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരു 1 മില്യൺ ഒക്കെ ആകുമ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുമോ അമ്മ, എനിക്കതിനുള്ള ഇതുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി. അപ്പം ഞാനതിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ബൂസ്റ്റ് ചെയ്യും കേട്ടോ, അത് മണി സ്പെൻഡ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 700K ആയപ്പോൾ തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ, അതായത് ഒരു 1 വീക്ക് മുമ്പ് തന്നെ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട്, അത് ഞാൻ 1 മില്യണാണ്, 300K കൂടെ കിടപ്പുണ്ടല്ലോ. അപ്പം അത് ഞാൻ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്തു, ഒരു 7,500 റുപ്പീസ് പെട്ടെന്ന് ഒരു 3-4 ദിവസം കൂടി ഞാനത് ബൂസ്റ്റ് ചെയ്ത് 1 മില്യൺ ആക്കിയിട്ടാണ് ഇപ്പോൾ ഇന്ന് സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. പിന്നെ പ്രേക്ഷിത ആ പേജിൽ കൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേര് എന്നോട് ചോദിച്ചും പറഞ്ഞും ഞാൻ അവരെ ഗൈഡ് ചെയ്തും പിന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഒരുപാട്. എൻ്റെ എല്ലാ വീഡിയോ അടിയും വരും, പ്രെയർ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് കൊന്ത അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഒരു പേജിൽ തന്നെ പ്രേക്ഷിതം ഞാൻ ചെയ്യുന്നുണ്ട്. കൊന്ത ചൊല്ലും എല്ലാ ദിവസവും, പിന്നെ ബൈബിളൊക്കെ വായിക്കും, കേൾക്കും. പിന്നെ ഞാൻ മെയിനായിട്ടും ഉപവാസം എടുക്കും. വെനസ്ഡേയ്സിലാണ് ഉപവസിക്കുന്നത്. ആ ഉപവസിക്കുന്ന ദിവസം തന്നെ ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റും ചെയ്യും. എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റൽ വിസിറ്റ് മസ്റ്റായിട്ട് ഞാൻ ചെയ്യും. അത് ആ സെയിം ഡേ തന്നെയാണ് ഞാൻ പൊതിച്ചോറും കൊടുക്കും. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ 2, അതായത് എൻ്റെ ലഞ്ച് പ്ലസ് ഒരു 2 ലഞ്ച് എക്സ്ട്രാ ഞാൻ വിളിച്ച് പറയും. അപ്പോൾ അവരതെനിക്ക് തരും. അങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ അല്ലേ പോണേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാനൊരു 3-ൽ ഒതുക്കിയത് ആക്ച്വലി. അപ്പോൾ ആ 3 എണ്ണം വെച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കും. ഇത് കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഈ സംസാരിക്കുമല്ലോ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ, അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമ്മ ഈശോനെയും പറ്റി ആവശ്യമുള്ള ആൾക്കാർ. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അവരെ ഒരു എന്താ പറയുക അമ്മ ഈശോയെ പറ്റി അവർക്ക് കേൾക്കാനും കൂടുതൽ താല്പര്യം. കാരണം അവരുടെ സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരിക്കുന്ന ആ ഒരു സാഹചര്യം അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അമ്മ ആവശ്യമുള്ള സമയം. അപ്പോൾ അവർക്ക് മാക്സിമം ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത്, ഈവൻ ഞാൻ മാസങ്ങളോളം അവിടെ അഡ്മിറ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. ചില അമ്മച്ചിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഞാൻ ചിലപ്പോൾ ബൈബിളൊക്കെ വായിച്ചു കൊടുക്കും. എല്ലാം അവിടെ ഇരുന്ന് ബൈബിളൊക്കെ വായിച്ചു കൊടുക്കും. അപ്പം ഇതാണ് എൻ്റെ പ്രെയർ ലൈഫ്. ധ്യാനം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും, എല്ലാ ദിവസവും കൂടും. പിന്നെ
അത്രയൊക്കെയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് ഇതൊക്കെ എനിക്ക് മെറ്റീരിയലായിട്ട് കിട്ടിയ നേട്ടങ്ങളാണ്. അതിലുപരി എനിക്ക് അമ്മ മാതാവിൻ്റെ ഈശോയുടെയും പ്രൊട്ടക്ഷൻ ഭയങ്കര ഹെവി പ്രൊട്ടക്ഷൻ, മാത്രമല്ല ഗൈഡൻസ്. ഞാൻ എവിടെ പോയാലും കാണും. ഇപ്പം ഞാനൊരു ഓട്ടോയിൽ കയറുവാണെങ്കിൽ അപ്പം കാണും അതിനകത്തൊരു മാതാവ്. ഇപ്പം തന്നെ സാക്ഷ്യം പറയാൻ വന്ന സമയത്ത് 2 കൃപാസന മാതാവിനെ കണ്ടു. അതുപോലെ മഴവില്ല്, ഞാൻ ഒരുപാട് തവണ മഴവില്ല് കണ്ടിട്ടുണ്ട്. അമ്മയുടെ പ്രസൻസ്. പിന്നെ മെഴുകുതിരിയിൽ ഒരുപാട് തവണ എൻ്റെ അമ്മ മാതാവ് എൻ്റെ മെഴുകുതിരിയെ വന്നിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. മെഴുകുതിരിയിൽ മഴവിൽ ഞാൻ ആക്ച്വലി ഒരു സ്ഥലത്ത് പോയിട്ട് മനസ്സൊക്കെ ഒരു ഓക്കെ അല്ലാത്ത സമയങ്ങളിലാണ് ഈ മഴവിലൊക്കെ കാണുന്നത്. അപ്പോൾ വലിയ മഴവിൽ ഒരു തവണ ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ 2 മഴവിൽ ഒരുമിച്ച്. അത് മനസ്സ് ഒരുപാട് വിഷമിച്ചിരുന്നൊരു സമയത്ത് ഹോപ്പൊക്കെ പോയി. ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വരും, റെയറായിട്ടൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എപ്പം മൈൻഡ് ഡള്ളായി പോകുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എന്നെ എന്താ പറയുക മൈൻഡ് മാറ്റിത്തരും. ഞാൻ പറയില്ലേ, ഹെൽത്ത് വൈസ് ആണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ്, ആ ഒറ്റ ബ്ലെസ്സിങ് മതി. ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹോസ്റ്റലിൽ വെച്ചിട്ട് എനിക്കൊരു തവണ ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട്. അത് വിട്ടുപോയി ഞാൻ പറയാൻ. ഫുഡ് പോയിസൺ അടിച്ചിട്ട് സംഭവം അങ്ങ് സീരിയസ് ആയിപ്പോയി. ഉപ്പും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ചൊക്കെ പിടിച്ച് ചെയ്യുന്നായിരുന്നു. പക്ഷേ അതൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും സംഭവം കൈവിട്ട് പോയി. പിന്നെ 2-3 ആശുപത്രിയൊക്കെ കയറി ഇറങ്ങി ലാസ്റ്റ് അഡ്മിറ്റായി ഞാനങ്ങ്. അപ്പം എനിക്ക് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറേ ടെസ്റ്റും കാര്യം. അങ്ങനെ ലാസ്റ്റിൽ ഇത് കുറയാതെ വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് സ്റ്റോൺ ആയിരിക്കും, കാരണം യൂറിൻ്റെ ഇത് വന്ന കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഹബാക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വചനമാണ്. സ്വന്തം കഴിവിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഉടമ്പടി മക്കളെ വിശ്വാസം അർപ്പിച്ച് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയും സംരക്ഷണവുമാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് അൻവിക എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു മകളാണ്. വളരെ നിർബന്ധപൂർവം നിബന്ധനകൾ പാലിച്ച് ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് നയിക്കുന്ന ഒരു അക്രൈസ്തവ മകളാണ്. ഈ മകൾ ആദ്യം പറയുന്നത് ആധാർ കാർഡിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കുറേ സമയം വേണ്ടി വന്നു. പക്ഷേങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇടപെടലിലൂടെ ആ കാര്യം പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും അത് പെട്ടെന്ന് സാധിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ്. ഇവിടെ ഇന്ന് വരാനായിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ അതിന് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ മകൾക്ക് പൂർണ്ണമായിട്ടുള്ള ആധാർ കാർഡ് കയ്യിൽ കിട്ടുക സാധിച്ചത്. പിന്നീട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസാണ്, അതും അമ്മ തന്നെയാണ് 4 ടൈംസ് 4 ടൈംസ് ഇൻക്രീസ് എന്നാണ് മകൾ പറയുന്നത്. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ഈ മകൾ
സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ആ സോഷ്യൽ മീഡിയ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വളരെ പ്രയോജനപ്പെട്ടത്. കാരണം ഈ മകൾ സ്വന്തം സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെയാണ് വളരെ ഗുഡ് എമൗണ്ട് സ്പെൻഡ് ചെയ്താണ് ഒത്തിരി കാസറ്റ് ഒത്തിരി റീൽസ് ഉണ്ടാക്കുകയും യൂട്യൂബിൽ കൂടി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിശുദ്ധ അമ്മയെപ്പറ്റി, കൃപാസനം അമ്മയെപ്പറ്റി കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മകൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ സാന്നിധ്യമാണ്. ഈ മകളുടെ ആ തീഷ്ണത മറ്റുള്ളവർക്ക് വേണ്ടി അറിഞ്ഞവരെ അറിയിക്കാനും, കാരണം ഈ മകൾ മറ്റുള്ളവരെ ആരോ പറഞ്ഞാണ് അറിഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഈ മകൾ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണതയോടുകൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം സ്വന്തം ആഗ്രഹപ്രകാരം ടൈം സ്പെൻഡ് ചെയ്ത് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഈ പ്രാവശ്യവും ജസ്റ്റ് ബിഫോർ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പാണ് ബൂസ്റ്റ് ചെയ്ത് യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെയൊക്കെ മണി ഇഷ്ടംപോലെ പൈസ എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ അല്ല, ഈ മകൾ അടുത്തറിഞ്ഞ ആ അമ്മയുടെ ആ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാനാണ്. അറിഞ്ഞ ദൈവത്തെ അറിയാത്തവരെ അറിയിക്കുവാനുള്ള ആ തീഷ്ണതയാണ് ഈ മകൾക്ക് ഇതെല്ലാം ചെയ്യുവാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും പ്രേക്ഷിത പ്രവർത്തനം ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യവും എല്ലാം ഉണ്ട്. ഇതൊക്കെ കൂടെ നിൽക്കുന്നത് കൃപാസനം അമ്മയുടെ ആ സാന്നിധ്യമാണ്. മഴവില്ലിൽ കൂടെയും മുല്ലപ്പൂവിൻ്റെ ആ സുഗന്ധാഭിഷേകത്തിലൂടെയൊക്കെ പരിശുദ്ധ അമ്മ പറയുകയാണ്, മോളെ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ഈ മോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാൻ എൻ്റെ അമ്മയെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചു എന്നാണ്. എനിക്കൊരു അമ്മയുണ്ട്, കൃപാസനം അമ്മ, എൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ, എന്നെ കൈപിടിച്ച് നയിക്കുന്ന അമ്മ എന്നാണ് ഈ മകൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കർത്താവായ ദൈവമാണ് എൻ്റെ ബലമെന്ന് നമുക്കും പറയാനുള്ള കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് നമ്മുടെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിലേക്ക് ഉയരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അൻവികയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കൂടിയുള്ള ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ദൈവത്തെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും എല്ലാം ലഭിച്ച ഈ മകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഫാബിയൻ, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 14 ജൂലൈ 2022 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്ന നിയോഗം എന്ന് പറയുന്നത് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബിടെക് പഠിച്ചിട്ട് 4 വർഷത്തിന് ശേഷമാണ് മാസ്റ്റേഴ്സ് പഠിക്കാൻ തീരുമാനിച്ചത്. 4 വർഷമല്ല, 5 വർഷത്തിന് ശേഷം. അപ്പോൾ എനിക്ക് ഡൗട്ടുകളുണ്ടായിരുന്നു, ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ, 5 വർഷമായില്ലേ, പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാനൊരു എന്താ പറയുക, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നുമല്ല. എൻജിനീയറിങ് പഠിച്ചു, സിവിൽ എൻജിനീയറിംഗ് പഠിച്ചത്. ഒരു ആവറേജ് മാർക്കാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷനല്ലേ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് നല്ല മാർക്ക് കിട്ടണേ എന്നുള്ള നിയോഗം ഞാൻ വെച്ചത്. അപ്പോൾ അതുവഴി ഞാൻ പരീക്ഷകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഒപ്പം കാശ് രൂപമായിട്ട് ആയിരിക്കും ഞാൻ പോവുക. അപ്പോൾ അതുവഴി എനിക്ക് 1.33 ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ 1.0 to 5.0 ആണ് ഗ്രേഡിംഗ് സിസ്റ്റം. അതിൽ 1.0 എന്ന് പറയുന്നത് ടോപ്പാണ്. അതിൽ ത്രൂ ഔട്ട് മാസ്റ്റേഴ്സിന് മൊത്തം ആവറേജ് 1.33 ഗ്രേഡ് എനിക്ക് കിട്ടി. അതുമൂലം ഞാൻ ക്ലാസ്സിലെ ടോപ്പറും കൂടിയായി. ബിടെക്കിൽ ആവറേജ് ആയിരുന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ് മാസ്റ്റേഴ്സിന് ഒരു ടോപ്പർ സ്ഥാനത്തേക്ക് എനിക്ക് കിട്ടിയത്. 2, ഈ കോഴ്സിന് സിംഗപ്പൂരിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഇതൊരു ഫീസുള്ളൊരു കോഴ്സായിരുന്നു. വളരെ ഹൈ ഫീസായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് 2 പേരും റിട്ടയർഡാണ്. അപ്പോൾ ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ആവശ്യം ഇതിന് സ്കോളർഷിപ്പ് കിട്ടണേ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് 5ഓളം സ്കോളർഷിപ്പിലൂടെ 17 ലക്ഷത്തോളം രൂപ എനിക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടി. ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകൾ മൂലമാണെന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. 3, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് സിംഗപ്പൂരിലാണ്.
സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ ജോലി കിട്ടൽ കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുമായിരുന്നു. സിംഗപ്പൂർ ഗവൺമെൻറ് അവിടുത്തെ സിറ്റിസൺസിനെ പ്രിഫർ ചെയ്യുന്നൊരു സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി വഴി ജർമ്മനിയിലേക്ക് എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ, കോഴ്സ് മാറലല്ല, സെയിം കോഴ്സ് തന്നെ അവിടെ പാരൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തു. ജർമ്മനിയും സിംഗപ്പൂർ പോലെ ഏകദേശം സിമിലർ ആയിരുന്നു. അവിടുത്തെ ഡിഫിക്കൽട്ടീസ് വേറെ തരമായിരുന്നു. അവിടെ ജർമ്മൻ ഭാഷ വേണം. എൻ്റെ മനസ്സിൽ ഞാൻ ഈ മാസ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പുതിയൊരു ലാംഗ്വേജ് പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പോയത്. അതുകൊണ്ടിട്ടാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള സിംഗപ്പൂരിലേക്ക് തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കൺട്രിയാണ് ജർമ്മനി. അവിടെ എത്തപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ജോലി കിട്ടാൻ ജർമ്മൻ വേണം. അതുകൂടാണ്ട് അവിടെ എക്സ്പീരിയൻസും വേണം. നാട്ടിലെ എക്സ്പീരിയൻസിന് യാതൊരുവിധ വാല്യൂ ഇല്ല. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് ഫസ്റ്റ് ഇയർ തന്നെ കുറേ എക്സ്റ്റേണൽ ഹെൽപ്പുകളോടുകൂടി എനിക്ക് അവിടെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ജോബ് ആയിരുന്നില്ല. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടുത്തെ നമ്മൾ വിഷയമാണോ പഠിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണ് ഒരു ശരിക്കുള്ള എക്സ്പീരിയൻസ് ആവുക. അപ്പോൾ എൻ്റെ ഈ കുറേ ഹെൽപ്പുകൾ കാരണം എനിക്ക് എൻ്റെ ആദ്യത്തെ പാർട്ട് ടൈം ജോലി ഞാൻ പഠിക്കുന്ന വിഷയത്തിൻ്റെ അതേ മേഖലയിൽ തന്നെ എനിക്ക് ഒരു ജോലി റെഡിയായി. അവിടെ ജർമ്മനിയിൽ വർക്കിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സ്റ്റുഡൻ്റ് ആയിരിക്കെ തന്നെ ഒരു പ്രൊഫഷണൽ കമ്പനിയുടെ പാർട്ടായിട്ട് നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതുകൂടെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പേടിയായിരുന്ന ജർമ്മൻ ഭാഷയും ഞാൻ പഠിച്ചു തുടങ്ങി. ഒരു ഇൻട്രസ്റ്റും എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു വർഷത്തിന് മുന്നേ എനിക്ക് ആ ഒരു പുതിയ ഭാഷ പഠിക്കാനൊരു ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു എക്സ്റ്റേണൽ ഒരു പുഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു. ഓരോ സെമസ്റ്ററിലും ഓരോ ലെവൽ വീതം A1 മുതൽ ഒരു B2 വരെ ഞാൻ പയ്യെ പഠിച്ചു. പക്ഷേ എന്നിരുന്നാലും ഇത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. യൂണിവേഴ്സിറ്റി സബ്ജക്റ്റുകളുടെ അതൊരു പ്രൊഫഷണൽ ഒരു കോഴ്സ് ആയിട്ടല്ല ഞാൻ പഠിച്ചത്. അപ്പോൾ പൂർണ്ണമായിട്ട് B2 ലെവലൊന്നും ഞാൻ എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഗ്രാമർ ജർമ്മൻ ഭാഷ പഠിക്കുന്നവർക്ക് അറിയാം, അത് കുറച്ച് ബുദ്ധിമുട്ടേറിയൊരു സംഭവമാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളും കൊണ്ട് ബേസിക്കായിട്ടുള്ള കോൺവെർസേഷൻസും മനസ്സിലാക്കലും എനിക്ക് പോസിബിളായിട്ട് വന്നു. അപ്പോൾ ഇനി ഞാൻ പഠിച്ചിറങ്ങി 1.33 ഗ്രേഡോടുകൂടി പഠിച്ചിറങ്ങി. ഇനി ജോലി അന്വേഷിക്കാനുള്ള സമയമായി. ഈ ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഫ്ലുവൻറ്റ് ജർമ്മൻ അത്യാവശ്യമാണ്. ഞാനപ്പോൾ 4ഓളം ഇൻ്റർവ്യൂവിലിരുന്നു. ഈ അവസാനം 4ാമത്തെ ഇൻ്റർവ്യൂവിലാണ് എനിക്ക് ഒരു ജോലി കിട്ടിയത്. അവിടുത്തെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ ഈ കമ്പനിയിൽ നിന്ന് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പിന്നീട് വായിച്ചപ്പോഴാണ് അവിടെ C1 ലെവൽ ജർമ്മൻ, C1 എന്ന് പറയുമ്പോൾ ഏകദേശം അതിനുശേഷം ഒരു ലെവലും കൂടി ഉള്ളൂ C2. C1ഉം C2ഉം ഏകദേശം നേറ്റീവ് ലെവൽ സ്പീക്കറാണ്. ആ ഒരു ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം എക്സ്റ്റേണലായിട്ട് എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളുണ്ട്. മാതാവിനും യേശുവിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടുകൂടി ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന എന്നെ പോലത്തെ വിദ്യാർത്ഥികൾക്കും അതുകൂടാണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവർക്കും മാതാവിൻ്റെ കരുണയും ഇടപെടലുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാണ്ട് ഞാൻ ജർമ്മനിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മളെ പള്ളിയിൽ പറഞ്ഞു വിടാനൊന്നും ആരും നമ്മുടെ പാരൻസോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വീട്ടിൽ ആയിരിക്കുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധം മൂലം പള്ളിയിൽ പോകുന്നതാണല്ലോ നമ്മൾ പലരും. അവിടെ പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനമില്ലെങ്കിൽ നമുക്ക് അലസത ഉണ്ടാവാം. ഞായറാഴ്ച ചിലപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോവാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുക എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് ഇതാക്കി എനിക്ക് മാറ്റാൻ സാധിച്ചു. അതുകൂടാണ്ട് ഈ കുർബാന കൂടുന്നതും ജർമ്മൻ പള്ളിയിലായിരുന്നു മിക്കതും. അതുകൂടാണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ കൂടാനും ഉള്ളൊരു പ്രോത്സാഹനം എനിക്ക് എവിടുന്നോ കിട്ടി.
അത് ഇവിടെ യാതൊരുവിധ ജീസസ് യൂത്തോ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ ഞാൻ പള്ളിയിലേക്കും വിശ്വാസത്തിലേക്കും ഞാൻ അടുത്തു. അങ്ങനെ ജർമ്മൻസിൻ്റെ കൂടെ ഉള്ളൊരു ഗബീച്ച് ക്രൈസ്റ്റ് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പോകാനും എനിക്ക് സാധിച്ചു. ഇതിൻ്റെ കൂടെ ഞാൻ അന്ന് 3 വർഷങ്ങൾക്ക് മുന്നെയാണ് പോയത്. ആ സമയത്ത് ഞാൻ കൊണ്ടുപോയ പത്രം അവിടെ ജർമ്മൻസിനും പിന്നെ അതുകൂടാണ്ട് കൂട്ടുകാർക്കും കൊടുക്കുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാരോട് അക്രൈസ്തവരായിട്ടുള്ള കൂട്ടുകാരോടും ഞാൻ എൻ്റെ ഈ അത്ഭുതങ്ങളെക്കുറിച്ചും കൃപാസനത്തിനെക്കുറിച്ചും ഇവിടെ എഴുതി 1, 2, 3, 6 വരെ എഴുതി വെക്കുന്ന കാര്യങ്ങളും അതിൽ ഓരോന്ന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് എന്താ പറയുക ഒരു ടാലൻ്റ് സ്പെൻഡ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മുടെ ടാലൻസ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്ലബ്ബാണ്. അതിലൂടെ ബ്ലഡ് ഡൊണേഷൻ അതുപോലെയുള്ള കാരുണ്യ പ്രവർത്തികൾ, പാവപ്പെട്ടവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതും വേസ്റ്റായി പോകുന്ന ഭക്ഷണങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു താഫൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു ക്ലബ്ബാണ്. ഈ ക്ലബിൻ്റെ ഭാഗമാവാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനും എനിക്ക് ഇതിലൂടെ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞ എൻ്റെ മാതാവിനും കൃപാസന മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അവസരത്തിൽ ആ കുഷ്ഠരോഗി സൗഖ്യം ലഭിച്ചതിന് ശേഷം ചെയ്ത പ്രവൃത്തിയാണ്. ഈശോ ഇത് ആരോടും പറയരുത് എന്നാണ് അവനോട് പറഞ്ഞത്. പക്ഷെ അവൻ പുറത്തു പോയി വളരെ പേരോട് ഇതിന് ഈശോയെക്കുറിച്ച് പറയുവാനും പ്രസിദ്ധപ്പെടുത്താനും തുടങ്ങിയെന്ന സന്ദർഭമാണ് ഈ സന്ദേശത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. ഫേബിയൻ എന്ന ഈ മകൻ ഒരു ആവറേജ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നിവിടെ ഏറ്റുപറയുകയുണ്ടായി. അതിൽ നിന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഈ ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകന് ലഭിച്ചത് ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. മകനിവിടെ പറയാൻ സാധിക്കുന്നത്, ഞാനൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എന്നെ ഉയർത്തി എന്നാണ് ഈ മകൻ ഏറ്റുപറയുന്നത്. സിംഗപ്പൂർ പോയി മാസ്റ്റേഴ്സ് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക നിലവാരം മകനില്ലായിരുന്നെങ്കിൽ കൂടി അവൻ അവിടെ ചെന്ന് ഈ ഉടമ്പടിയായിരുന്നു ഫേബിയൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു അവസ്ഥ, ഒരു ജീവിത സമ്പാദ്യം. ആ സമ്പാദ്യത്തിലൂടെ, ഉടമ്പടി എന്ന സമ്പാദ്യത്തിലൂടെയാണ് 5 സ്കോളർഷിപ്പ് ഹെൽപ്പ് ഈ മകന് ലഭിച്ചത്. മകൻ ഏറ്റു പറയുന്നത്, എനിക്ക് 17 ലക്ഷത്തോളം രൂപ ഞാനിവിടെ ജോലി ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടാത്ത ഒരു വലിയ സ്കോളർഷിപ്പ് വളരെ ഫ്രീ ആയി എനിക്ക് പഠിക്കുവാനും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും എൻ്റെ വീടിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു വലിയ എമൗണ്ട് എനിക്ക് സാധ്യമായത് ഉടമ്പടി മാത്രമാണെന്ന് ഈ മകനോട് ഏറ്റു പറയുകയാണ്. അതുപോലെ തന്നെ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നീ മകനെ ഏറ്റുപറയാൻ സാധിക്കുന്നത്, ജർമ്മൻ ലാംഗ്വേജ് നമ്മുടെ മക്കളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജ് ഇവിടെ B2 ആണെങ്കിലും മകൻ അവിടെ ചെന്ന് മനുഷ്യരോടുള്ള സമ്പർക്കം മൂലവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും മകനെ C1 ലെവലിലേക്ക്, C1 ലെവൽ ഒരു നേറ്റീവ് സ്ലാങ്ങിലേക്ക് എത്താൻ മാത്രം ഈ മകനെ ദൈവം ഉയർത്തി എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ഏതെല്ലാം സ്ഥിതികളാണോ ഒരു 0 പോയിന്റിൽ എത്തുന്നത്, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ ജീവിതത്തിൽ ആരംഭിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ പ്രഖ്യാപിക്കുവാനും ക്രിസ്തു ജീവിതം മുന്നോട്ട് വയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഫേബിയൻ പറയുന്നത് പോലെ, ഞാൻ എവിടെയായിരുന്നപ്പോൾ, നാട്ടിലായിരുന്നപ്പോൾ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ലായിരുന്നു. പക്ഷേ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പൈസ അസോസിയേഷനിലും അതുപോലെ തന്നെ കരിസ്മാറ്റിക് ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്ത് പാരിഷിനോട് ചേർന്ന് ജർമ്മൻ മക്കൾക്ക് പത്രം കൊടുക്കുവാനും അവരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുമൊക്കെയുള്ള ഒരു വലിയ ലാഘവത്തോടു കൂടി അവിടെ ഏർപ്പെടുവാനുള്ള കൃപ ഈ മകന് ലഭിച്ചു എന്ന് മകനേറ്റു പറയുകയാണ്. നമുക്ക് അറിവും പരിചയമില്ലാത്ത സഹോദരങ്ങളെ പരിചരിക്കുമ്പോഴും ഈശോയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയാണ് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിനെ നമുക്ക് നമ്മെ തന്നെ ഈശോയിൽ നിലനിർത്തുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് ഈ മകനെ സാമുവേൽ 2 സാമുവേൽ അധ്യായത്തിലൂടെ പറയാനായിട്ട് ഈ മകന് സാധിക്കും. ഒരു ശാശ്വതമായ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇന്ന് ഈ മകൻ വൾത്താരയിൽ ഈ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ എല്ലാം അവിടെയുള്ള ടാലൻറ്റ് ക്ലബ്ബിൽ ഒരു എക്സ്പോഷർ പ്രോഗ്രാം കൊടുക്കുവാനും എവിടെയെല്ലാം ബ്ലഡ് ഡൊണേഷൻ ആവശ്യമുണ്ടോ, എനിക്ക് എന്തെല്ലാം ടാലൻ്റ് ഉണ്ടോ, ദൈവം എനിക്ക് എന്തെല്ലാം തന്നു, ഒരു വിശ്വസ്തയോടുകൂടി ഒരു ഏൽപ്പിച്ച ഒരു കാര്യസ്ഥനെ പോലെ അദ്ദേഹത്തിന് കൃത്യമായി ഈശോയെ ഏറ്റുപറയുവാനുള്ള കൃപയും സാഹചര്യവും നൽകി എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന, വിദേശത്തേക്ക് പോകുന്ന മക്കൾ ഒരുപക്ഷെ വളരെയധികം കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു നിമിഷം കൊണ്ട് അവിടെ ചെന്ന് ജോലിയിലും പ്രവൃത്തികളിലും സമ്പാദ്യത്തിലുമെല്ലാം ഏർപ്പെട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ മറന്നുപോകുന്ന, ഈശോയെ അല്പം മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ നാം കണ്ണീരോടുകൂടെ ഈ കൃപാസനത്തിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ നിന്ന് പോയതിലും വളരെ നന്നായി ജീവിക്കുവാൻ, ഈശോയോട് അടുക്കുവാൻ ഈ മകന് കൃപ ലഭിച്ചതിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതിൽ അവിടെ ചെന്ന് കൂടുതൽ ഈശോയെ അടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കാതെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫേബിയൻ്റെ ഈ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.